ഞാൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് ആ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡിഫറൻസ് ശരിയായി കാണിക്കണം. ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ അവരങ്ങ് പോവുകയാണ്, എക്സ്ട്രീം ലെവലിൽ പോവുകയാണ്. സംഘപരിവാർ ക്ലാരിറ്റി ഉണ്ട് അവർക്ക്, എന്താ റൈറ്റ് എക്സ്ട്രീമാണ് അവരുടെ പൊസിഷൻ. അവർ പ്ലാനിങ് വേണ്ട, പ്രോജക്റ്റ് മതി. പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? പ്ലാനിങ്ങിൽ പ്രയോറിറ്റീസ് ഉണ്ടാവും, സ്ട്രക്ചർ, രാജ്യത്തിൻ്റെ പ്രയോറിറ്റീസ് ഉണ്ടാവും, സ്ട്രക്ചർ ഉണ്ടാവും. പ്രോജക്റ്റ് എന്താ? പ്രോജക്റ്റ് കമ്മീഷനും കൺസൾട്ടൻസിയും മാത്രമേ ഉള്ളൂ, ഒരു പ്രയോറിറ്റി ഇല്ല. അതാണ് ഞാൻ ഈ പിണറായി ഗവൺമെൻറ്റിനെയും വിമർശിക്കുന്ന ഒരു പ്രധാന പോയിന്റ്. സംഘപരിവാർ അത് എഗ്രി ചെയ്യുന്നുണ്ട്. സംഘപരിവാർ ഇപ്പം നാളെ ഒരു ലേബർ ലോ കൊണ്ടുവന്നാലും അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടേ കൊണ്ടുവരുള്ളൂ, ലേബേഴ്സിനല്ല, അല്ലേ? ലീനിയൻസ് ടുവേർഡ്സ് കോർപ്പറേറ്റ്സ് ആയിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. അവർ ക്ലിയറാണ്, അവരുടെ വഴി റൈറ്റ് എക്സ്ട്രീമാണ്. ഇപ്പോൾ ഇവരും അതെ, പ്ലാനിങ് വിട്ടിട്ട് പ്രോജക്റ്റിലേക്ക് പോകുന്ന ആ റൈറ്റ് എക്സ്ട്രീം കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലംബിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതൊരു പൊതുവായ നയമാണ്. ആ നയത്തിൽ നിന്ന് ബി ജെ പിയുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയം. ബി ജെ പിക്ക് ഇതുപോലെ നരേഗ പോലത്തെ എന്തെങ്കിലും ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകളുണ്ടോ? ഒന്നുമില്ല, അവരൊന്നും ചെയ്യില്ല. അവരുടെ എല്ലാം അവർ ട്രേഡേഴ്സാണ്, ബേസിക്കലി അവർ ട്രേഡേഴ്സാണ്. അവർ കോൺഗ്രസ് ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയെ നേരിടാനുള്ള ഒരു ജനാധിപത്യ ശക്തികളുടെ ആ പ്ലാറ്റ്ഫോമിന് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് സംഘടനാപരമായും ആശയപരമായും കുറേ കൂടെ ക്ലാരിറ്റിയോടുകൂടി കുറേ കൂടെ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സംഘപരിവാർ വിരുദ്ധ ചേരി കോൺഗ്രസിൻ്റെ കൂടെ റാലി ചെയ്യുള്ളൂ. യാഥാർത്ഥ്യമാണ്, ഞാനത് എഗ്രി ചെയ്യുന്നു. അത് മനസ്സിലാക്കാതെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ കോൺഗ്രസ് കുറേ കൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ ശ്രമമാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.